ചില സമയത്ത് കർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഭാരമായി വരും, ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും. ചില കാര്യങ്ങളിലെ കർത്താവിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഭാരമായി വരും. അപ്പം നമ്മുടെ മനസ്സത് റിജക്റ്റ് ചെയ്യുക. അപ്പോഴാണ് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ ഒരു ആധ്യാത്മിക സങ്കേതമുണ്ട്. ശ്രവണാഭിഷേകം എന്നാൽ ദൈവവചനമോ വചനാധിഷ്ഠിതമായ അനുഭവങ്ങളോ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മുടെ അന്ധക്കരണത്തിന് അഭിഷേകം ഉണ്ടാകേണ്ടത്. നമുക്ക് രണ്ട് കരണമുണ്ടല്ലോ, ഒന്ന് ബാഹ്യകരണം, പിന്നെ ഒന്ന് ആത്മാവിൻ്റെ മനുഷ്യന് ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനുമുണ്ട്. പൗലോസിൻ്റെ വെളിപാടുകളാണ്. ബാഹ്യ മനുഷ്യൻ്റെ കരണങ്ങൾ സ്ഥൂലമായ ഇങ്ങനെ പിടിക്കാനും തൊടാനും പറ്റുന്ന രീതിയിലുള്ള കരണങ്ങളാണ്. ഇനി ആന്തരിക മനുഷ്യൻ്റെ കരണങ്ങൾ ചെവി സൂക്ഷ്മമായ കരണങ്ങളാണ്. വചനം കേൾക്കണത് ആന്തരിക മനുഷ്യൻ്റെ ചെവികളിലേക്കാണ് പോണത്. എന്നിട്ട് അത് അഭിഷേകമായി മാറും. ഇപ്പം ഹേലി സാമുവേൽ 1 സാമുവേൽ 3-ാം അധ്യായത്തിലേക്ക് ഹേലിയും സാമുവേലും കിടന്ന് ഉറങ്ങണില്ലേ? ശിഷ്യനും ഗുരുവും കിടന്ന് വാഗ്ദാന പേടകത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുക. പെട്ടെന്ന് സാമുവേൽ എന്ന് വിളി കേൾക്കും. അപ്പോഴേ എന്നാ ചെയ്യും? സാമുവേൽ ഗുരുവായ റബ്ബിയായ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? അപ്പോൾ പറയും, ഞാൻ നിന്നെ വിളിച്ചില്ല, നീ കിടന്നോളാം പറയും. പിന്നെയും പെട്ടെന്ന് കഴിയുമ്പോൾ സാമുവേൽ എന്ന് വിളിക്കും. അപ്പോഴും അതുപോലെ തന്നെ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? ഇല്ല എന്ന് പറയും. 3-ാം പ്രാവശ്യത്തിന് മുമ്പ് ഹേലിക്ക് കാര്യം മനസ്സിലാകും, വിളിച്ച ആൾ വേറെയാണ് എന്ന് പറയും. അപ്പോൾ പറയും, സാമുവേൽ നിന്നെ ഇനി വിളിക്കുകയാണെങ്കിൽ നീ പറയണം, ലോർഡ് ഹിയർ ഐ ആം, കർത്താവേ ഇതാ ഞാൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സാമുവേൽ ഹേലിയും ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പാടില്ലേ? ഇല്ലേ? ഒരാളെ കേൾക്കുകയും ഒരാളെ കേൾക്കാതിരിക്കുകയും ചെയ്യണില്ലല്ലോ. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കേൾക്കണത്. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റത് ഒരേ സമയത്ത് സംസാരിച്ചിട്ട് ഹേലിക്ക് കേൾക്കാൻ പറ്റണില്ല, ഗുരുവിന് കേൾക്കാൻ പറ്റണില്ല, ശിഷ്യന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ഈ ചെവി കൊണ്ട് കേൾക്കേണ്ടതല്ലേ? അല്ലേ? ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ആ ചെവി കൊണ്ട് തന്നെ കേൾക്കേണ്ട. അപ്പോൾ ഈ ചെവി അല്ലാതെ വേറൊരു ചെവി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതാണ് അന്ധക്കരണം, ആത്മാവിൻ്റെ ചെവികൾ. ഈ അന്ധക്കരണത്തിലാണ് നമുക്ക് അഭിഷേകം വേണ്ടത്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അന്ധക്കരണങ്ങൾ അടഞ്ഞുപോയൊരു സമയമുണ്ടായി. എപ്പോഴാണ് ഈ അന്ധക്കരണങ്ങൾ അടഞ്ഞു പോണത്? പ്രയാസങ്ങൾ കൂടുമ്പോൾ അന്ധക്കരണങ്ങൾക്ക് ചില സമയത്ത് അടവി സംഭവിക്കും. പിടിയാ പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ ശിഷ്യന്മാരോട് എന്നാ പറയണത്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവൻ മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, അവർ അവനെ വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പറയണത് കാരണം അപ്പോസ്തലന്മാർക്കത് അന്ധകരണങ്ങളിലേക്ക് അഭിഷേകമില്ലാതിരുന്ന കാരണം അത് മനസ്സിലായില്ല. അവർ ദുർന്യായമൊക്കെ പറയാൻ തുടങ്ങി. എന്താണ്? നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ വചനങ്ങളെ റിജക്റ്റ് ചെയ്തു, ഇല്ലേ? ഇതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ ചില
അനുഭവങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്നതായിരിക്കും. കാര്യം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? പീഡാസഹനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇന്നവിറ്റബിൾ ഈവിൾ പോലെ അപ്രതിരോധ്യമായ അനിവാര്യമായ ഒരു തിന്മ പോലെ ചില സമയത്ത് കുരിശ് വരും. ഈ അനിവാര്യമായ കുരിശ് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വിശ്വാസിക്ക് പറ്റാണ്ട് വരുമ്പോൾ വിശ്വാസി സ്വാഭാവികമായിട്ടും അതിനെ റിജക്റ്റ് ചെയ്യും, അതിനെ തിരസ്കരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ ഇവരെ താബോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നമുക്കൊരിടത്ത് പോകാം. കാര്യം ഈശോ പറയണ ഒന്നും അവർക്ക് മനസ്സിലാവണില്ല. പത്രോസ് വരെ ഈശോനെ മാറ്റി നിർത്തി ദുർന്യായം പറയാൻ തുടങ്ങിയിരിക്കുക. വചനത്തിനെതിരെ പ്രതിരോധിക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് അപ്പായുടെ അടുത്ത് കൊണ്ടുചെല്ലും. അപ്പാടെ മലമുകളിൽ ഇവർ കയറി താബോറിൻ്റെ ഉച്ചിയിലെത്തുമ്പോഴേ പെട്ടെന്ന് കർത്താവിൻ്റെ ലക്ഷണം മാറും. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിക്കും, അവൻ്റെ വസ്ത്രം വെള്ള വീശും, മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, പ്ലീസ് ഹിയർ ഹിം. ഇതാണ് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അപ്പോൾ നമ്മൾ അത് 17-ാം അധ്യായം 9-ാം വാക്യമാണ് എന്തിൻ്റെ മത്തായിയുടെ സുവിശേഷം. പണ്ടിതുപോലെ പറഞ്ഞായിരുന്നു. എവിടെ വെച്ചാണ് പറഞ്ഞത്? ജ്ഞാനസ്നാന വേളയിൽ പറഞ്ഞു. അത് പറഞ്ഞത് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പം സംപ്രീതനായിരിക്കണം എന്നല്ല പറയണത്, ഇപ്പോൾ അവനെ ശ്രവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് സങ്കടം കാര്യം പരീക്ഷയ്ക്ക് തോക്കുകയോ കല്യാണം താമസിക്കുകയോ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുകയോ ചെയ്യുമ്പോൾ ഈ ശ്രവണാഭിഷേകം പതുക്കെ ഡാമേജ് ആകും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴേ ശ്രവണാഭിഷേകം നമുക്ക് കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മടുപ്പാകും, ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ വേറെ മരുന്നൊന്നുമില്ല ഇതിന്. പ്രാർത്ഥന കുറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെ അതിന് മരുന്നുള്ളൂ. ഉഷ്ണരശാന്തി തന്നെയാണ്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഒരു അഭിഷേകം പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താ? പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനുള്ള മാർഗം പ്രാർത്ഥന തന്നെയാണ്, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈശോ താബോറിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോഴേ പിതാവ് അവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, നിങ്ങൾ സംശയിക്കണ്ട, അവനെ ശ്രവിക്കുവിൻ. അപ്പോഴാണ് ശ്രവണാഭിഷേകം കിട്ടണത്. ഇന്ന് ഒരു സാമുവലിൻ്റെ കഥ നമ്മൾ കേട്ടതാണല്ലേ? സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സാമുവലിനെ കുറിച്ച് പറഞ്ഞില്ലേ? സാമുവൽ ജോസഫ് സാംസൺ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റെനിയുടെ സാക്ഷ്യത്തിൽ സ്റ്റെനി സാംസൺ, അതാണ് ഇന്ന് ഡയറക്റ്റ് ചോയ്സായിട്ട് പറയണത്. എൻ്റെ പേര് സ്റ്റെനി സാംസൺ, കർത്തേഴത്ത് എഴുപുന്ന. ഞാൻ അമലോത്ഭവ മാതാ ഇടവാംഗമാണ്. എഴുപുന്ന. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. പല ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും ഏതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിൽ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ജൂൺ മാസം 2017 ജൂൺ മാസം ഇവിടെ ഞങ്ങൾ വരികയും ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഞങ്ങൾ മരിയൻ തപസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്ന് മരിയൻ തപസ്സിൽ പങ്കെടുത്ത ഞങ്ങൾ കൗൺസിലിങ്ങിന് പോവുകയും അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് അങ്കിൾ ഒരു ക്രൂശിത രൂപം എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പം ഞാൻ ആ ക്രൂശിത രൂപം കയ്യിൽ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്കിളും ഞാനും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ഉടനെ എൻ്റെ കയ്യിലേക്ക് എന്തോ ഒരു ഷോക്ക് അടിച്ചു കയറുന്ന പോലെ തോന്നി. അപ്പോൾ എൻ്റെ പേരിൽ എന്തോ അടിച്ചു കയറുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അങ്കിളെ എനിക്ക് ഈ വിരലായിട്ട് എന്തോ അടിച്ചു കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ അടിവയറിൻ്റെ അടിയിൽ തന്നെ എന്തോ പൊട്ടണ പോലത്തെ ഫീൽ ഉണ്ടായി. അപ്പം തന്നെ എന്തോ ഒരു വൈറ്റ് കളറിലെ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി വന്നതായിട്ട് ഞാൻ കണ്ട്. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ
പിന്നീട് ഇവിടെ വന്നിരിക്കുകയും ചെയ്തു. അതിന് രാത്രി ആരാധനയുടെ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു മക്കളില്ലാത്ത ഒരു ദമ്പതികളിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ റൈറ്റ് ഓവറിയിൽ എഗ്ഗ് അത് വലുതാകത്തില്ല, അതുകൊണ്ട് അവിടെ ഓവുലേഷൻ ഒരിക്കലും നടക്കത്തില്ല, അവിടെ മക്കളുണ്ടാകും, അതിലൂടെ ഒരിക്കലും ഇങ്ങനെ ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ലെഫ്റ്റ് ഓവറിൽ അതിൻ്റെ എഗ്ഗ് വലുതാകും, അവിടെ ഒരു കുഴപ്പമില്ല, പക്ഷേ അവിടെ ഒരു മുഴയുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലോ ഒന്നിലും ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ മുഴയുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അന്നേരം ആ സമയത്ത് ഞാൻ ആ ക്രൂശിൽ തൊട്ട സമയത്ത് അത് തന്നെ പൊട്ടിപ്പോയി. അച്ഛൻ അത് അവിടെ ആരാധനയുടെ സമയത്ത് പറയുകയും ചെയ്തു. പിന്നീട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പിന്നീട് ഞങ്ങൾ മരിയൻ ദിവസം കൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ എല്ലാ മാസവും ഞങ്ങൾ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് കുട്ടികളുണ്ടാവും, ദൈവം തന്നെ തന്നേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ മെസ്സേജ് എടുത്തു, അത് ഇതുപോലെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയും പ്രാർത്ഥിക്കുകയും പിന്നീട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ ചെയ്യുകയും ചെയ്തില്ല. അങ്ങനെ 2018 ജൂൺ മാസം അവസാനം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു പോലുമില്ല, ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ 1 വർഷം മാതാവ് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടില്ല, പരാതിയൊന്നും എനിക്കില്ല, എന്നിട്ടും എൻ്റെ കൈവിടുന്നു എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഇതേ സമയം ഞാൻ ചോദിച്ച ഉടനെ ഞാൻ വീട്ടിൽ ചെന്ന് അതേ മാസം തന്നെ 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എനിക്കൊരു പനിയുണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മറുപിള്ള ഇടിവായതുകൊണ്ട് നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലമായിരുന്നു. എന്തിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞാൻ എന്ന് വെച്ചാൽ ഒരു ബ്ലീഡിങ് ഉണ്ടായ എൻ്റെ കൊച്ചിനെ എനിക്ക് നഷ്ടപ്പെടും, ആ ഒരു അവസ്ഥയിലായിരുന്നു നിന്നേച്ച്. വണ്ടി യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാതെ കിടപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഏതൊരു കുഴപ്പവും ഇല്ലാതെ ആ ഉടമ്പടി തൈലത്തിലൂടെ തന്നെ ഉടമ്പടി തൈലം എന്നെ രക്ഷിച്ചത്. എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ വർഷം ഫെബ്രുവരിയിൽ ഞാൻ ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. എൻ്റെ കുഞ്ഞിന് ഈ മെയ് മാസം അവന് ജ്ഞാനസ്നാനം കഴിഞ്ഞു. അവനെ ആബേൽ സാമുവൽ ജോസഫ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. സാമുവൽ എന്നിട്ടത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവനെന്ന് അർത്ഥം. ചോദിച്ചു വാങ്ങിയവനാണ് കേട്ടോ സാമുവൽ അല്ലേ. സ്റ്റിനി പറഞ്ഞത് ആ സാമുവലിൻ്റെ പേര് പോലും ബൈബിളിൽ നിന്ന് മനുഷ്യൻ ഇത്രയും ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയല്ലേ. സാമുവലിൻ്റെ പേരെന്നായിട്ടാന്ന് പറഞ്ഞത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ. എന്താ അർത്ഥമാണ്? സാമുവലിനെ ഇതുപോലെ അന്ന ചോദിച്ചു വാങ്ങിയതാ ദൈവത്തോട്. കർത്താവിൻ്റെ മുമ്പിൽ മക്കളില്ലാതെ വന്നപ്പോഴേ അന്ന വന്ന് പിച്ചും പെയ്യും പറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഇവൾ വെള്ളം അടിച്ചിട്ട് വന്ന് സംസാരിക്കണം വിചാരിച്ചുകൊണ്ട് ഹേലി പറഞ്ഞു, നിനക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ്. അപ്പം എന്നാ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ചെയ്യണ ആളല്ല, എൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റണില്ല, എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് തരികയാണെങ്കിൽ കർത്താവിന് തന്നെ ഞാൻ തന്നേക്കാം, എന്നാലൊരു കുഞ്ഞിനെ കണ്ട് എനിക്ക് മരിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നെ മച്ചിയാണെന്നൊക്കെ പറഞ്ഞ് എത്ര പേര് ആക്ഷേപിക്കുന്നുണ്ട്. ആൾക്കാരുടെ ആക്ഷേപത്തിൽ നിന്ന് എൻ്റെ മാനം രക്ഷിക്കണം എന്നൊക്കെ വളരെ ലളിതമായിട്ട് ഇവൾ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. അതാണ്
ആ സാമുവേൽ അങ്ങനെയാണ് സാമുവേൽ ജനിക്കുന്നത്. ഹന്നായ്ക്ക് സാമുവേൽ ജനിക്കാൻ കാരണം അതാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന്. അപ്പം നമ്മുടെ സങ്കടങ്ങൾ അവരുടെ ആ പ്രാർത്ഥന സാമുവേലിൻ്റെ പുസ്തകത്തിലുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്മാരെന്നെ മച്ചി എന്ന് വിളിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊന്ന് പെറ്റ് കാണിക്കണമെന്ന് പറഞ്ഞ്, എനിക്കൊന്ന് പെറ്റ് കാണിക്കണം. അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. മക്കളില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. അപ്പം സമൂഹത്തിൻ്റെ ഈ കണ്ണും ഒക്കെ കണ്ട് ആൾക്കാർ ഇവളെ ഇങ്ങനെ തഴഞ്ഞ് കളയണമൊക്കെ ഓർത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് വേദനയോടെ പറയും, ഈ നമ്മൾ തഴയണതൊന്നും നമുക്ക് നാക്കില്ലാഞ്ഞിട്ടാണ് ഈ കുഴപ്പം വരുന്നത്. നമ്മൾ തഴയപ്പെടണത്. നിങ്ങൾ തഴയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, ഞാൻ തഴയപ്പെടുന്നുണ്ട്, വീടില്ലാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഫീസ് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ടെന്ന് പറയണം. എൻ്റെ മക്കളും നാട്ടുകാരുടെ മുമ്പിൽ തഴയപ്പെടുന്നുണ്ടോ? പണ്ട് പൂച്ചക്കണ്ണുള്ള ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ബൈബിളിൽ, ലയായും റാഹേലും, ഇല്ലേ? അപ്പം ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്ന് ബൈബിളിലൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്നെ തഴഞ്ഞാൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, വഴിയില്ലാത്തതിൻ്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ നീ തഴയപ്പെടാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഉൽപ്പത്തി 29-ാം അധ്യായം 31-ാം വാക്യം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്റെ അവഗണനകള് കർത്താവ് കാണും. എന്താ ചെയ്തത്? അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. ഇന്ന് സ്റ്റെനിയുടെ സാക്ഷ്യം എന്താണ് നിങ്ങൾ കേട്ടത്? സ്റ്റെനി മരിയം കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദർ കർത്താവിൻ്റെ കുരിശെടുത്ത് സ്റ്റെനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലേ? അപ്പോഴെന്താ സംഭവിക്കണത്? പെട്ടെന്നൊരു പവർ അടിച്ചിട്ടു അവിടെ കൈക്ക് ഷോക്കടിക്കും. അത് നമ്മൾ കർത്താവ് ലൈവായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അടയാളങ്ങൾ ഇതുപോലെ കാണിക്കുന്നത്. അപ്പം അടിവയറ്റിൽ അവർക്ക് ചൂട് അനുഭവപ്പെടും. പിന്നെ എന്തോ ഒഴുകി മാറുന്ന പോലെ അവർക്ക് ബോഡിയിൽ ഫീൽ ചെയ്യും. ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സന്ധ്യയാകുമ്പോഴാണ് പിന്നീട് ആരാധന വരണത്. മരിയം കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ആരാധന സന്ധ്യക്കാണ്. അവിടെ സംഭവിച്ച കാര്യമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല. കൗൺസിലിംഗ് എത്രയോ ആൾക്കാർ വരുന്നു, എത്രയോ പേരവിടെ പ്രാർത്ഥിക്കുന്നു, അതതിൻ്റെ പ്രോസസ്സ് പോലെ നടക്കും. 6:30 അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞ് 8 മണിക്കാണ് ആരാധന. 8 മണിയായപ്പോൾ ആരാധനയിൽ ഈശോ വന്നപ്പോൾ സ്റ്റെനിയുടെ വയറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ആരാധനയിൽ കർത്താവ് പറയും. എന്താണ് സ്റ്റെനിയുടെ പ്രശ്നം? എന്താണ്? 2 ഓവറിയുണ്ട്, ഒന്നിന് അണ്ടം പൊട്ടണതല്ല, പിന്നെ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. പക്ഷേ ചെറിയ വല്ല സിസ്റ്റമായിരിക്കും. കാര്യം അത് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടില്ലെന്നല്ലേ പറയണത്, ഇല്ലേ? പക്ഷെ കർത്താവ് അത് കണ്ടു. അത് രാവിലെ 11 മണിക്കാണ് കൗൺസിലിംഗ്, 12 മണിക്ക്. കർത്താവ് അത് കൗൺസിലിംഗ് സമയത്ത് ആ സിസ്റ്റിലുള്ള മുഴ പൊട്ടിച്ചതായിട്ട് ആരാധനയ്ക്കാണ് പറയണത്. അപ്പോഴാണ് സ്റ്റെനി മനസ്സിലാക്കുന്നത് രാവിലെ ഒഴുകിയ സ്രാവം മുഴ പൊട്ടിയതാണെന്ന് തിരിച്ചറിയുക. പിന്നീട് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറി, തടസ്സങ്ങൾ മാറി. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അവസാന ഉടമ്പടി 1 കൊല്ലം പൂർത്തിയാക്കും. 1 കൊല്ലം പൂർത്തിയാക്കുമ്പോഴും കുഞ്ഞുണ്ടാവത്തില്ല. അവിടെ അമ്മയുടെ മുമ്പ് വന്നിച്ചും പറയണൊരു വർത്തമാനമുണ്ട്. എന്താ?
എൻ്റെ ഉടമ്പടി 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അപ്പം അത് ഭയങ്കര ചങ്ക് പൊട്ടിയാണ് പറയണത്. ഒരു വല്ലാത്ത പറച്ചിലാണ് ആ സംഭവം. അതായിരുന്നു ഏറ്റവും അഭിഷേകമുള്ള വാക്ക്. 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ രാത്രി അമ്മ പ്രാർത്ഥന ഏറ്റെടുക്കുകയാണ്. പിന്നെ ഇവൾക്കൊരു പനി വരുമ്പോഴാണ്, 3-ാം ദിവസം പനി വന്നിട്ട്, പനി വരുത്തിയതാണ് ദൈവം. എന്താ? അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പനി വരുത്തി. പനി ചെന്ന് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറയാണ്, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റോറി എന്ത് മനോഹരമായിട്ടാണ് കർത്താവ്. മക്കളെ, ജീവിക്കണ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കണത്. കൈയടിച്ച് കർത്താവ്. ആ പരാതി ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതൊരു മരിയൻ പ്രേയറാണത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ വചനവുമായിട്ടൊരു ബന്ധമുണ്ടാകും. അതെന്താ ബന്ധം ഉണ്ടാകണത്? പരിശുദ്ധാത്മാവിനെ അറിയാം. എന്തറിയാം? എന്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിരുസന്നിധിയിൽ സ്വീകാര്യമാകുമെന്ന്. അവളത് പരാതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ദൈവ മനസ്സിന് പ്രീതികരമായ പ്രാർത്ഥനയായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനറിയാം ദൈവ മനസ്സിൽ പ്രീതികരമായ പ്രാർത്ഥന എന്താണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവളുടെ മനസ്സിൽ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഈശോ പറയുന്നത്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനാണെന്നറിയാവോ? ലൂക്കാ 18:1 എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ്. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? നിരന്തരം ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന നമ്മളെ നിരന്തരം ദൈവതിരുസന്നിധി നിൽക്കും. അതിനാണ് നമ്മൾ ശരണം എന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ പുണ്യത്തിനേക്കാൾ ഒരു പടി കൂടി കൂടുതലാണ്. മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ശരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ശരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഇടപെടും. എന്താണ്? ശനി, ഇത്രയും നാൾ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇനി കർത്താവിന് പ്രീതികരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് തീരുമാനമുണ്ടാകും. അതുകൊണ്ട് പരാതിയില്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. എനിക്ക് പരാതിയില്ലെന്ന്. കാര്യം പരാതിയില്ലാത്ത 2 പേരാണ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. കർത്താവിനെ അവൻ ദ്രോഹം അനുഭവിച്ചപ്പോഴേ അവനൊന്നും ഉരിയാടിയില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? രക്ഷാകരമായ ദൗത്യങ്ങളിൽ ഈശോയുടെ ഒരു നിലപാടാണത്. ഐസയ 53:7 അവൻ ദ്രോഹം അനുഭവിച്ചപ്പോൾ പറഞ്ഞ് അവനൊന്നും ഉരിയാടിയില്ല. അപ്പം ഈ ദ്രോഹത്തിൻ്റെ മുമ്പിലെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളുടെ സങ്കടത്തിൻ്റെ മുമ്പിലെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ ഇങ്ങനെ നീളുമ്പോൾ നമുക്കുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന വേദനകളുടെ മുമ്പിലെ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണത്. എന്താണ്? ഒന്നും ഉരിയാടിയില്ല. എന്താ കാര്യം? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതിനാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനൊന്നും, അതാണ് സ്റ്റെനി പറഞ്ഞത്. സ്റ്റെനിയോ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുത്ത രഹസ്യമാണത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ്. ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ പ്രാർത്ഥനയിൽ സംയോജിക്കും. അപ്പോഴാണ് ഈ രഹസ്യം കൈമാറുന്നത്. നമ്മുടെ ഈ വാചിക പ്രാർത്ഥനയില്ലേ, ചില കാര്യങ്ങൾ വാചിക പ്രാർത്ഥന കൊണ്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ ക്ലാസ്സിക്ക് മാറ്റം ഉണ്ടാക്കിയാൽ മതി. എന്താ കാര്യം? അതായത് കർത്താവ് ഏക ആത്മാവാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വചനത്തിൽ.
യോഹന്നാൻ 4:24 കർത്താവ് ആത്മാവാകുന്നു. ഇനി കർത്താവിനോടുകൂടെ യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. അതും വചനമാണ്. 1 കൊരിന്ത്യർ 6:7 വചനം. നമ്മളെ പ്രാർത്ഥനയിൽ കർത്താവുമായി യോജിച്ച് കഴിയുമ്പോൾ അവനുമായി നമ്മൾ ഏകാത്മാവായി തീരുമ്പോൾ ആ ഏകാത്മാവിൽ വെച്ചാണ് രഹസ്യങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. 1 കൊരിന്ത്യർ 2:16. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സെന്താണ്? പരാതിപ്പെടാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലതെന്ന്. അതാണ് സ്റ്റെനി പറയണത്. 1 കൊല്ലമായി ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല. ആ സ്റ്റെനിക്ക് മാത്രമല്ല, അമ്മയും ആ ഒരു കാര്യത്തിൽ മിടിക്കുക. കാര്യം ഈശോയെ പോലെ തന്നെ ഞാൻ കൂട്ടി പറയണതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവ തിരുസ്ഥനി നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. സ്റ്റാൻഡ് ചെയ്താണ് കറക്റ്റ് കാര്യം. സ്റ്റാനി എന്നാ പറഞ്ഞത്? 1 കൊല്ലമായി, 4 കൊല്ലമായിട്ട് മക്കളില്ല, 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട്, എന്നാലും എനിക്ക് പരാതിയില്ല. അട്ടടയന്മാർ രാത്രി വന്ന് കണ്ടപ്പോഴേ ആളിന് ഇത്തിരി വിഷമമുണ്ട്. എന്താ കാര്യം? അമ്മ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് രാത്രി ആരാ വന്ന് കാണുന്നത്? ആട്ടിടയന്മാർ. ആരാ വന്ന് കാണേണ്ടത്? യൂദയ ഗോത്രത്തിലുള്ള നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാ. പക്ഷേ ആരും ഇല്ലല്ലോ ഒരു പാരമ്പര്യം പറഞ്ഞിട്ടും. ചുട്ടു തല്ലുമ്പോൾ കൊല്ലത്തെയും പോയിട്ട് ഔഷപിതാവും മാതാവും മാത്രം. ചുട്ടു തല്ലുമ്പോൾ ആരും ഉണ്ടാകത്തില്ല നമ്മുടെ കൂടെ, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഒരാളുണ്ടാകും. ആരാണ്? നിൻ്റെ ദൈവം. ആട്ടിടയന്മാർ പോയപ്പോഴേ അമ്മ പറയണ വാക്കാണ്. എന്താണ്? യേശുവിൻ്റെ അമ്മ ആ കാഴ്ച കണ്ടിട്ട് ആരോരുമില്ലാതെ അപരിഷ്കൃതരും അപരിചിതരുമായ മനുഷ്യർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോൾ അമ്മ മനസ്സിൽ ഈശോയോട് പറയണ, അപ്പായോട് പറഞ്ഞ വാക്കാണ്. എന്താണ്? അപ്പാ പരാതിയില്ല, അപ്പാ പരാതിയില്ല എന്ന് പറഞ്ഞില്ലേ? അതിനാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ അമ്മ ആരോടും പരാതി പറയാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2:19. അതാണ് ലുക്ക 2:19. അട്ടിടയന്മാർ പോയപ്പോൾ യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില സമയത്ത് ദൈവം പറയണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല, ദൈവം ചെയ്യണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് മനുഷ്യരാശിയോട് പറഞ്ഞ ആളാണിത്. അതാണ് ലൂക്ക 2:51. കർത്താവ് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന്, പരാതിയില്ലെന്ന്. എൻ്റെ അർത്ഥം എന്താണ്? ഈശോ നീ തന്നെയാണ് ഞങ്ങളോട് പറയാതെ ജെറുസലേം ദേവാലയത്തിൽ തങ്ങിയത്. ഞങ്ങൾ പാവത്തങ്ങൾ ഇതൊന്നും അറിയാതെ നീ ഉണ്ട്, ഔസേപ്പിതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഔസേപ്പിതാവ് നടന്ന് 2 ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് 2 പേരുടെ കയ്യിലും ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണും തള്ളി ശരീരം വിറച്ച് തല്ലി കാശുമില്ലാതെ വീണ്ടും തെണ്ടിത്തിരിഞ്ഞ് ദേവാലയത്തിലെത്തിയപ്പോൾ നീ ഒരു സാന്ത്വന വാക്ക് പറഞ്ഞില്ലല്ലോ ഈശോ. ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ചിലപ്പോൾ ഒരു സാന്ത്വന വാക്ക് പോലും കിട്ടത്തില്ല. അപ്പം നീ എന്ത് ചെയ്യണം എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും പറയും ഈശോ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന് പറയും. യേശുവിൻ്റെ അമ്മ ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ട നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും യേശുവിൻ്റെ അമ്മ ഈശോനോട് പരാതി പറയത്തില്ല. എന്തു ചെയ്യും? അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പറയാതെ പറയുന്ന വാക്കെന്താണ്? കർത്താവേ, എന്ത് നീ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന്. ചിലരൊക്കെ എന്നെ വിളിച്ച് പറയവേ, നിങ്ങളുടെ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയും ഇതിൻ്റെ സ്വരവും ബഹളവും ഒക്കെ ഒരു തരം എന്താണ് ആധ്യാത്മികതയിൽ ഒരു ഇടി കുറഞ്ഞ പരിപാടിയാണ്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്, സൈലൻസിനാണെന്ന്, സൈലൻസ് പ്രെയർ. ഞാനത് നിഷേധിക്കണില്ല. പക്ഷേ 2 തരം സൈലൻസ് ഉണ്ട്. പുല്ലുവായ എടുത്തിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് മിണ്ടാണ്ട് അരമണിക്കൂർ അമ്മിക്കല്ല് പോലെ ഇരിക്കണമല്ല പ്രാർത്ഥന. ആക്റ്റീവ് സൈലൻസ്
and passive silence. We are seldom speak about the active silence. എന്താണ് ആക്റ്റീവ് സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാണ്ട് മൗനമായിട്ട് വ്രതം എടുത്തിരിക്കുന്നത് പാസീവ് സൈലൻസ് ആണ്. അമ്മയുടേത് പാസീവ് സൈലൻസ് അല്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറുന്നതെന്ന് കാണുമ്പോൾ, ജീവിതത്തിൽ പ്രാതികൂല്യങ്ങൾ പെരുകി വരുമ്പോൾ ആ പ്രാതികൂല്യങ്ങളെക്കുറിച്ച് പെരുമാറാതെ അതാണ് ദൈവരാജ്യമെന്ന്, എന്നിൽ ദൈവരാജ്യമാണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരാതിയില്ലാതെ നിന്റെ രാജ്യം വരണമെന്ന് പറയുന്നതാണ് ആക്റ്റീവ് സൈലൻസ്. അമ്മ ആക്റ്റീവ് സൈലൻസിന്റെ ആള് രൂപമാണ്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ